ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമുക്ക് സോയാബീൻ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമ തയ്യാറാക്കാം. ഇത് ചപ്പാത്തി, പൊറോട്ട എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. സോയാബീൻ ആദ്യം നമുക്ക് ചൂട് വെള്ളത്തിൽ കുതിർത്തെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായി കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് അതിലൽപ്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് കടുകിടണം. ഇനി അടുത്തതായി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ കൂടി ചേർക്കാം. ഇനി ഉരുളക്കിഴങ്ങിടാം. അടുത്തതായി ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ എരി കിട്ടുന്നതിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. ഇത് 2 പച്ചമുളകുണ്ട്. അതുകൂടി ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന സോയ നന്നായിട്ട് കഴുകിയെടുക്കാം. ഈ സോയാബീനും കൂടി നമുക്ക് ഈ പച്ചക്കറിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. സോയാബീനിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇറച്ചി കഴിക്കാത്തവർക്കും ഈ പ്രോട്ടീൻ ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇനി നമുക്ക് തക്കാളി കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ് എന്നിവ കൂടി ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇത് കുക്കറിൽ 3 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കണം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഗ്രേവി തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. ഇത് നല്ല പേസ്റ്റ് പോലെ അരയണം. ഇനി നമുക്ക് കുക്കർ തുറന്ന് ആ പച്ചക്കറികളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. നല്ലതുപോലെ ഉടയ്ക്കേണ്ട, കുറച്ചുടച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കരുത്. ആ സൈഡ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അങ്ങനെ രുചികരമായ സോയാബീൻ കുറുമ റെഡിയായി. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇത് എരിയൊന്നും ഇല്ലാത്തതായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നമസ്കാരം.